നമ്മുടെ ലോട്ടറിയുടെ സുരക്ഷിതത്വവും സുതാര്യതയും ഈ പറഞ്ഞതാണ്. കൃത്യമായ പ്രിൻറ്റിങ്ങും കച്ചവടം നടത്തുന്നതും കൃത്യമായ ലോട്ടറി അടിക്കുന്നതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഏറ്റവും സുതാര്യമായ കാര്യങ്ങളെന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ലോട്ടറി തന്നെയാണ്. അത് എല്ലാം അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് തന്നെ നടക്കുന്നത്. ഇപ്പം ലോട്ടറി ഏജൻറ്റന്മാർക്ക് വിതരണം ചെയ്യുന്നതിന് പോലും നിയമമുണ്ട്. ഇപ്പം ഞാനങ്ങോട്ട് പോയി എനിക്കൊരു 10,000 ലോട്ടറി ഈ മാസം വിൽക്കാൻ തരണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, നിങ്ങൾ പോയാലും കിട്ടില്ല. അതിനൊക്കെ കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും സീനിയോറിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് ലോട്ടറി കൂടുതൽ കിട്ടാനുള്ള ആവശ്യമുണ്ട് പലർക്കും. എന്തിനാണ് ഇത്രയും ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ഡിമാൻഡുള്ളതാണ് ഈ കേരള ലോട്ടറി. അത് സ്ഥിരമായി എടുക്കുന്നവർക്കാണ്. ബോർഡർ സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവരും വന്ന് എടുക്കുമായിരിക്കും. ഭാഗ്യം തേടിയെത്തിയവരുടെ എണ്ണവും വർദ്ധിച്ചു. 14 വർഷം മുൻപ് അന്യസംസ്ഥാന ലോട്ടറികൾ നിരോധിച്ചതോടെ ലോട്ടറിയുടെ വിശ്വാസ്യതയേറി. ഇപ്പോൾ തിരുവോണം ബമ്പർ പോലെയുള്ള വലിയ സമ്മാനമുള്ള ലോട്ടറികൾക്കായി ഏവരും കാത്തിരിക്കുന്നു. ഒറ്റയ്ക്കും കൂട്ടായും ബമ്പർ ടിക്കറ്റ് വാങ്ങുന്നവരുണ്ട്. വർഷമായി. ഈ 12 വർഷത്തിനിടയിൽ എനിക്ക് ഇവിടെ അടുത്ത് 70 ലക്ഷം ഫസ്റ്റ് ഞാൻ കൊടുത്തതിൽ. അപ്പോൾ എൻ്റെ ഇളയ മകളുടെ മകൾക്ക് കല്യാണമായി. അപ്പം അതിന് കുറച്ച് സഹായിച്ച് പിന്നെ മൂത്ത മകൾക്കും കുട്ടികൾക്കും കൊടുത്തു. എൻ്റെ എല്ലാം എനിക്ക് കമ്മീഷൻ കിട്ടി. അടുത്താൽ വല്ലതും കിട്ടും, അടുത്തില്ലെങ്കിൽ ഇല്ല. എനിക്ക് ഇതിന് ഉപകാരം ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ എൻ്റെ കേരി അത് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. 10-12 വർഷം കൊണ്ട് നടത്തിയാണ്. ഇതിന് വയ്യാത്ത കാലം മുതൽ. ആദ്യകാലത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത് നശിച്ചവനാണ്. അന്യസംസ്ഥാന ലോട്ടറി ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ പോയവനാണ്. കേരള ലോട്ടറിയുടെ ഒന്നാമത്തെ ഘടകം ഈ ലോട്ടറി 1 ലക്ഷത്തോളം ആൾക്ക് ജീവിതമാർഗമാണെന്നുള്ളതാണ്. സത്യത്തിൽ ലോട്ടറിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന നികുതി അല്ലാതെ, നികുതി സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ കിട്ടുന്നത്, പപ്പാതിയാണല്ലോ. മറ്റുള്ള പണം വലിയ തോതിലുള്ള പണമല്ല സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നത്. കാരണം ഒരു 97% 100 രൂപയിൽ 3 രൂപയ്ക്ക് അടുത്ത് മാത്രമേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും കാര്യത്തിൽ വരുന്നുള്ളൂ. ബാക്കി മൊത്തം സെയിൽസ് നടക്കുന്നതാണ്. ആയിരക്കണക്കിന് രൂപയുടെ, കോടി രൂപയുടെ കച്ചവടം നടക്കും. അതിനകത്ത് ഈ 1 ലക്ഷത്തോളം ഏജൻറ്റുമാരെന്ന് പറഞ്ഞാൽ കമ്മീഷനും കൃത്യമായി അവർക്ക് പോകുമല്ലോ. എത്രയും പേര് ജീവിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ബാക്കി സമ്മാനത്തുകയും പോകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയൊരു 1 ലക്ഷം ആൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അവർക്ക് നമ്മൾ വേറൊന്നും കൊടുക്കുന്നില്ല. ഇന്നത്തെ ടിക്കറ്റ് എടുക്കാം, കാരുണ്യം ഓണപ്പമ്പർ എടുക്കാം. ഓണപ്പമ്പർ ഒരു ടിക്കറ്റ് എടുക്കാനില്ല, ഒരെണ്ണം. ധാരാളം ആൾക്കാർക്ക് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരും അവശ്യ വിഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് തൊഴിൽ നൽകാൻ ഭാഗ്യക്കുറിക്ക് സാധിക്കുന്നത്. ഈ മേഖലയുടെ പ്രവർത്തനത്തെ ഏറ്റവും സാർത്ഥകമാക്കുന്നതും അതിൻ്റെ ഉദ്ദേശ സഫലീകരണം നടക്കുന്നതും ഈ കാര്യങ്ങൾ നടക്കുമ്പോഴാണ്. ഇത്തരത്തിൽ തൊഴിൽ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന ചെറിയ ലാഭം പോലും കൂടുതൽ സാമൂഹ്യ സുരക്ഷാപരമായ കാര്യങ്ങൾ, കാരുണ്യ പദ്ധതി പോലെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. മറ്റ് കഠിനമായ ജോലി ചെയ്യാൻ സാധിക്കാത്ത വിഭാഗങ്ങളിലുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഭാഗ്യക്കുറി വിൽപ്പന എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് ഓണം ബമ്പർ വിജയിക്കുമ്പോൾ ശരിക്കും വിജയിക്കുന്നത് ഈ തരത്തിൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കൂടെയാണ്. ഇന്നത്തെ ലോട്ടറി എടുക്കാം, ലോട്ടറി 25 കോടി എടുക്കാം, ഓണം മെമ്പർ എടുക്കാം, തിരുവോണം മെമ്പർ എടുക്കാം, തിരുവോണം മെമ്പർ എടുക്കാം. 25 കോടി രൂപ ഒന്നാം സമ്മാനം മാത്രമല്ല ഓണം ബമ്പറിന്റെ പ്രത്യേകത. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ നൽകുന്നത് 20 പേർക്കാണ്. സമ്മാനാർഹമായ ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റ് ഉൾപ്പെടെ 22 പേരാണ് ഓണത്തിന് കോടീശ്വരന്മാരാകുന്നത്. 500 രൂപയാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ വില. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ടിക്കറ്റിന്റെ വിൽപ്പന പുരോഗമിക്കുകയാണ്. 25 നല്ല നമ്പറിലിരിപ്പുണ്ട്. ഇഷ്ടപ്പെട്ട നമ്പർ നോക്കിയെടുക്കാം. 500 രൂപ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരും, കുഴപ്പമില്ല.
റെക്കോർഡ് വേഗത്തിലാണ് ഓണം ബമ്പറിന്റെ വിൽപ്പന. തിരുവോണം ബമ്പറിൻ്റെ നല്ല മൂവ്മെൻ്റാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ളത്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ നല്ല മൂവ്മെൻ്റാണ്. ആദ്യത്തെ 25 കോടി അടിച്ച ഈ കടയിലാണ്. നറുക്കെടുപ്പിനോടനുബന്ധിച്ച് നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഇവിടെ നമുക്ക് ഫുള്ളാളായിരിക്കും ഇവിടെ എല്ലാം കച്ചവടക്കാരാണ്. ബമ്പർ നറുക്കെടുപ്പിൻ്റെ തലേന്ന് ഒരു 2-3 ദിവസം നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത്. കച്ചവടം നല്ല കച്ചവടം. ഓണത്തിൻ്റെ തിരക്ക് ഇപ്പം തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷേ ബമ്പറിൻ്റെ തിരക്ക് നേരത്തെ തന്നെ തുടങ്ങിയായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ ബമ്പറിൻ്റെ തിരക്ക് തുടങ്ങിയായിരുന്നു. ഇപ്പം തിരക്കിലാണ്. തിരക്ക് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ അമ്പലത്തിൽ തൊഴാനും അങ്ങനെയൊക്കെ വരുന്നവരെല്ലാവരും വന്നിട്ട്, അപ്പം ഇവിടുന്ന് നമുക്ക് എല്ലാ ജില്ലയിലെയും നമ്മുടെ കയ്യിലുള്ള കാരണം അത് ഓരോ ജില്ലകൾ താല്പര്യപ്പെട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നത് ജനങ്ങളിലേക്ക് എന്നുള്ളതാണ് സർക്കാർ നയം. സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ലോട്ടറി സംവിധാനം എന്ന നിലയിൽ കിട്ടുന്ന തുകയുടെ സിംഹഭാഗവും ജനങ്ങൾക്ക് തന്നെ തിരികെ എത്തിക്കുന്ന സമ്പ്രദായമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്.